ഈ സെൻറ് റീത്താസ് പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയം അത് ഒരുമാതിരി അവസാനിച്ചു. കോടതിയും അത് തീർപ്പ് കൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടും ചിലർക്കൊട്ടും മതിയായിട്ടില്ല. ചിലരതിനകത്ത് ജയിച്ചതാര് തോറ്റതാര് എന്നുള്ള അന്വേഷണം നടത്തുകയാണ്. എനിക്കത് വളരെ നിരാശയുള്ളൊരു സംഗതി എന്താ പറയുക, വളരെ പ്രായമുള്ള ഒരു ഹൈക്കോടതി അഭിഭാഷകനൊക്കെയായ നമ്മുടെ ജയശങ്കറൊക്കെ ഇരുന്നാണ് അതിൽ രക്ഷകർത്താവിൻ്റെ കുട്ടി തോറ്റു, ആകെപ്പാട് തോറ്റുപോയത് ആ പെൺകുട്ടി മാത്രമാണ്, ബാക്കി എല്ലാവരും ജയിച്ചു എന്ന തരത്തിലൊക്കെയുള്ള പോസ്റ്റുകൾ ഇടുന്നത്. എനിക്ക് തോന്നുന്നു പണിക്കരും ചെയ്തെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീണ്ടും വീണ്ടും ആ വിദ്വേഷം ഒരാവേശപൂർവ്വം ഒരു പക്ഷത്തിലേക്ക് പകർന്നു നൽകി അതിൻ്റെ ഒരു കരുത്ത് പകരുവാണ് അവർ ഇരുവരും. കാരണം അതിൽ അവരുദ്ദേശിക്കുന്ന പാളയത്തിലാണ് ജയിച്ചത്. നമ്മൾ സാധാരണ ഈ ഗുസ്തി മത്സരം കഴിഞ്ഞൊക്കെ തുല്യമായി പിരിയുമ്പോൾ നമ്മൾ പറയുമല്ലോ ഒരു പക്ഷത്ത് നിന്ന് അങ്ങനെയൊക്കെ പിടിച്ചെങ്കിലും ജയിച്ചത് നീ തന്നെ, അവന്മാർ തരാതിരുന്നുകൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് പോലുള്ള ആ ഗുസ്തിക്ക് ഒരുക്കുന്ന വളരെ നിർദോഷികളെന്ന് തോന്നുന്ന ഒരുക്കക്കാരിൽ ചിലരാണ് ഞാൻ ആ നേരത്തെ പറഞ്ഞവർ. എനിക്ക് ആ സംഭവത്തെ ഒരു സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾക്ക് ജയവും തോൽവിയുമില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് ആത്യന്തികമായി തോൽക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും തോൽക്കുക എന്നാണ്, ജയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ജയിക്കുക എന്നാണ്. പക്ഷേ ഓരോ ഇൻസ്റ്റൻസും യഥാർത്ഥത്തിൽ പകർന്നു നൽകുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഇമ്പാക്റ്റ് ഉണ്ട്. മാനേജ്മെൻറ്റ് ടേംസിൽ അതിന് പറയുന്നത് ബെസ്റ്റ് പ്രാക്ടീസസ് എന്നും ലെസൺസ് ലേൺഡ് എന്നുമാണ്. ഈ കാര്യത്തിലും ഈ ബെസ്റ്റ് പ്രാക്ടീസസും ഈ ലെസൺസ് ലേൺഡും എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ എനിക്ക് ഈ സംഭവത്തിലെ ബെസ്റ്റ് പ്രാക്ടീസസായിട്ട് തോന്നിയ കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ ക്രൈസ്തവ മത സംഘടനകൾ അല്ലെങ്കിൽ അതിൻ്റെ ആളുകളൊക്കെ ഒരു ഒഴുക്കൻ മട്ടിലൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആഞ്ഞ് കത്തിക്കുന്ന രീതിയിൽ അഗ്നി പകരുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യാൻ അവർ മുതിർന്നില്ല. ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കി, ദീപിക ഒരു എഡിറ്റോറിയൽ എഴുതി എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ് നമ്മളിൽ നേരത്തെ പറഞ്ഞതുപോലെ വിദ്വേഷജീവികളെ നിരാശരാക്കും വിധം അവരാരും നിന്നില്ലെന്ന് മാത്രമല്ല, ചില സഭാപിതാക്കന്മാർ വളരെ പരസ്യമായി രംഗത്ത് വന്നു. ചില ക്രൈസ്തവ മാനേജ്മെൻറ്റ് വിദഗ്ധർ, സ്ഥാപനം നടത്തിയിരുന്നവർ ഒക്കെ രംഗത്ത് വന്നു. പല ആളുകളും ഇത് മുഴുവൻ കോൺവെൻറ്റിൻ്റെയും സംഭവമല്ല, മറിച്ച് പല കോൺവെൻറ്റുകളും ഇത് അനുവദിക്കുന്നതുണ്ട് എന്ന് പറഞ്ഞിട്ട് വിവിധ ജാതിയിലും മതത്തിലും പെട്ടവർ രംഗത്ത് വന്നു. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ കാത്തലിക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിനേക്കുള്ള ജാഥ നടന്നത്. ആ ജാഥയിൽ പോലും ഈ ഹിജാബ് വിഷയം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടില്ല. അവർ മറ്റൊരുപാട് വിഷയങ്ങളാണ് പറഞ്ഞത്, കൃഷി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഹിജാബിനെ സംബന്ധിച്ച് അവർ മൗനം പാലിച്ചു. ആ ഒരു പക്വത ഒരു ബെസ്റ്റ് പ്രാക്ടീസായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമതായുള്ള ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം സംഘടനകൾ സാധാരണ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പാലായിലൊക്കെ കണ്ടതുപോലെ ഭയങ്കരമായ ഒരു മാർച്ച് സ്കൂളിലേക്ക്, പിന്നെ വലിയ 2-3 പൊതുയോഗങ്ങൾ, ഇങ്ങനെയുള്ള സംഗതികളിലേക്കൊന്നും ഈ സംഘടനകൾക്കാർക്കും പോകാൻ കഴിഞ്ഞില്ല. ഒരുപാട് പേർ അതിൽ പക്വത കാണിച്ചു. ഈ മുസ്ലിം ലീഗ് ആവട്ടെ, അതുപോലെ തന്നെ SK നമ്മുടെ സമസ്തയിലെ വിഭാഗങ്ങളാവട്ടെ, ഇവരൊക്കെയും ഇതിൻ്റെ ഒരു സ്ഥിതിഗതികളാകെ ഒന്ന് വിലയിരുത്തി അത് രൂപപ്പെടുന്നത് കണ്ടാണ് അഭിപ്രായം പറഞ്ഞത്. എന്നാൽ നമ്മുടെ പാലാ സംഭവത്തിലൊക്കെ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേട്ട പാതി കേൾക്കാത്ത പാതി SDPI പോലെയുള്ള സംഘടനകൾ അങ്ങ് മാർച്ചുമായി മുന്നോട്ട് പോയി അവിടെ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി. ഉടനെ സ്വാഭാവികമായി അതിന് പ്രതിരോധം തീർത്തുകൊണ്ട് മറ്റു കുറേ പേരിറങ്ങി. ഈ സംഭവങ്ങളൊക്കെ പള്ളുരുത്തിയിൽ നടക്കാമായിരുന്നു. കാരണം ഒരു മാർച്ചൊക്കെ നടത്തി സ്കൂളിൻ്റെ ഗേറ്റൊക്കെ പിടിച്ചിട്ട് കുലുക്കുന്നത് സ്വപ്നം കണ്ടവരാണ് വാർത്ത എഴുതിയതും പറഞ്ഞതും പ്രതീക്ഷിച്ചതുമായ ഒരുപാട് വിദ്വേഷികൾ. പക്ഷേ അവരെല്ലാം നിരാശപ്പെടേണ്ടി വന്നു. അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ ഉടൻ തന്നെ അവിടുത്തെ ഒരു ചർച്ചിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്രൈസ്തവരുടെ ഒരു ഒരു ജാഥ, ഒരു നിശബ്ദജാഥ, മൗനജാഥ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഭ്യാസികൾക്ക് പൂന്തു വിളയാടാനുള്ള അവസരമുണ്ടാകുമായിരുന്നു. അത് നടന്നില്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിഷ്വൽ മീഡിയയിൽ കുറേ പേർ ഇത് കുത്തിമറിച്ചെങ്കിലും അതുപോലെ തന്നെ മറ്റു കുറേ പേർ പക്വത കാണിച്ചു. ഈ ന്യൂസ് 18-ലെ എല്ലാം പറയുന്ന മഞ്ജുഷ് ഗോപാലിനെ പോലെയുള്ള ആളുകൾ കിണ്ടി അത് വലുതാക്കാൻ നോക്കിയെങ്കിലും അങ്ങനെ അങ്ങോട്ട് വലുതായില്ലെന്ന് മാത്രമല്ല, ചില ചാനലുകൾ അതിൻ്റെ പേരിൽ വലിയ താല്പര്യം കാണിച്ചില്ല. പ്രിൻ്റ് മീഡിയ ആകട്ടെ അവിടുത്തെ പ്രാദേശിക വാർത്തയിൽ ഇതങ്ങ് ഒതുക്കി കേരളം മുഴുവൻ ഇത് വ്യാപിപ്പിക്കുന്ന രീതിയിൽ കത്തിപ്പടർന്ന് ആരും ഗ്രാഫ് വരച്ച് പഴയ സംഭവങ്ങൾ എടുത്തെഴുതി മൂപ്പിക്കാൻ പോയില്ല. അതൊരു ബെസ്റ്റ് പ്രാക്ടീസാണ്. ഇത്തരം സംഭവങ്ങളെ ഒരു പ്രാദേശിക വിഷയമായി കണ്ട് അവിടെ പരിഹരിക്കപ്പെടണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് പ്രാക്ടീസാണ്. അതും
ഈ പറയുന്ന പള്ളുരുത്തി സംഭവത്തിൽ കണ്ടു. പിന്നെ പ്രധാനമായും കണ്ട വേറൊരു സംഗതി, ഈ വിദ്വേഷം വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളും നമ്മുടെ ജയശങ്കറിനെ പോലെയുള്ളവരും ശ്രീജിത്ത് പണിക്കറിനെ പോലെയുള്ളവരും ഒന്നും ഇറക്കി വിട്ടത് പൊതുസമൂഹം വല്ലാണ്ട് അങ്ങോട്ട് ഏറ്റെടുക്കുകയോ കത്തിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. എപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരുപാട് വിദ്വേഷ വീഡിയോകൾ പ്രചരിപ്പിക്കപ്പെടുന്നതും ലൈക്ക് അടിക്കപ്പെടുന്നതും ഷെയർ ചെയ്യപ്പെടുന്നതുമൊക്കെ ഒരുപാട് ആളുകൾ പല വിദേശ രാജ്യങ്ങളിലും വളരെ സ്വസ്ഥവും സുഖവും സമാധാനവുമായി കഴിഞ്ഞുകൊണ്ടാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന താഴെത്തട്ടിൽ നിൽക്കുന്ന കൂലിപ്പണിക്കാരനായ സേവിയറോ അല്ലെങ്കിൽ സമതോ അല്ലെങ്കിൽ അതുപോലെ തന്നെ തങ്കപ്പണ്ണനോ ഒന്നും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. അവരൊരുമിച്ച് വീടി വലിക്കുന്നുണ്ട്, കടയിലിരിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള സംഗതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒന്നും വീഡിയോ കത്തിപ്പടർന്ന് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായി വലുതായില്ല. പിന്നെ അഞ്ചാമത്തെ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ പക്വതയോടെ ഈ വിഷയത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്ന ആ രക്ഷകർത്താവ്, ആ പിതാവും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനുമാണ്. കാരണം ഈ പിതാവ് ഈ സംഭവം ഒരു കൺസേണായി തുടങ്ങി വെച്ചുവെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ കുറേ ആളുകൾ ഈ പറയുന്നത് പോലെ മറ്റു പല സൈഡിൽ നിന്നും ഇതിനെ ഏറ്റെടുക്കാനും കത്തിക്കാനും ഒക്കെ ശ്രമിച്ചപ്പോൾ അദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് മാറുകയും എൻ്റെ മകളുടെ വിഷയം ഒരു വലിയ വിഷയമാകേണ്ട കാര്യമില്ലെന്നും അതിന് ഞാൻ മറ്റു വഴികൾ തേടിക്കോളാമെന്നും ഞാൻ ട്രാൻസ്ഫർ വാങ്ങിച്ചോളാമെന്നും പറയുന്ന ഒരു പക്വതയുള്ള ഒരു സംഗതി എടുത്തു. ഇതിലിപ്പോൾ ആത്യന്തികമായി ഇത് കത്തിച്ച ഈ സിസ്റ്റർ ഹെലീനയും അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ളവർക്കും സാധിക്കാൻ കഴിഞ്ഞത് ഒരു വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആ പുറത്താക്കാൻ അവർ ആസൂത്രിതമായി ചെയ്ത കാര്യങ്ങൾ അവർക്കുദ്ദേശിച്ചതുപോലെ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയാതെ തന്നെ സംഭവിച്ചു എന്ന് ആശ്വസിക്കാമെങ്കിലും അതിനേക്കാളൊക്കെ ഉയർന്ന നിലയിലേക്ക് ആ പിതാവ് പെരുമാറി. അതുപോലെ തന്നെ പക്വതയോടെ ആ അഡ്വക്കേറ്റും പെരുമാറി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കോടതിയുടെ മുന്നിൽ DD കൊടുത്തുവിട്ട റിപ്പോർട്ട് അത് റദ്ദാക്കണം, അത് പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ കോടതി എന്ത് ചെയ്തു? അതിനകത്ത് വലിയ ഉണ്ടാക്കാൻ നിന്നില്ല. അതൊക്കെ കയ്യിലിരിക്കട്ടെ എന്ന് വെച്ചു. എന്നിട്ട് പറഞ്ഞ് അതിൻ്റെ മെറിറ്റിലേക്കൊന്നും കിടക്കുന്നില്ല, പ്രശ്നം തീർന്നല്ലോ, തീർന്നു. സാഹോദര്യത്തോടെ സമാധാനമായി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കാര്യത്തിന് ഊന്നൽ കൊടുക്കാൻ പറഞ്ഞു. വേറെ അതിൻ്റെ മെറിറ്റിലേക്ക്, കാരണം ഇത് റദ്ദാക്കിയിരുന്നെങ്കിൽ ഈ റദ്ദാക്കിയത് വെച്ച് ആഘോഷിക്കാനും ഞങ്ങൾ ജയിച്ചതെന്ന് പറയാനും വിദ്യാഭ്യാസ മന്ത്രിയെ ചുരുട്ടിക്കെട്ടാനും ഒക്കെയായി രംഗത്തിറങ്ങാം. അത്തരമൊരു മാനസികാവസ്ഥയിലാണ് ആ കന്യാസ്ത്രീ മാഡം എന്നുള്ളത് അവസാനത്തെ പത്രസമ്മേളനത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. പക്ഷേ അതിനുള്ള അവസരം കോടതി നൽകാൻ തയ്യാറായില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്, സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ തൂക്കമൊപ്പിച്ച് പല സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ താൻ ഈ പറഞ്ഞതുപോലെ ഹിജാബിൻ്റെ പക്ഷത്താണ്, അങ്ങനെ ഒരു കുട്ടിക്കൊരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഉറക്കെ ഒരു നിലപാടെടുത്ത് ആ വിഷയത്തിൽ രംഗത്ത് വന്ന മന്ത്രിയുടെ നടപടിയും ഒരു ബെസ്റ്റ് പ്രാക്ടീസാണ്. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം കൂടി ചുരുക്കി പറഞ്ഞാൽ, ഇത്തരമൊരു സംഭവത്തിൻ്റെ വിവിധ മാനങ്ങൾ മുന്നിൽ കണ്ട്, ഇപ്പോൾ ചിലരൊക്കെ ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ പറയുന്ന ഇതെല്ലാം കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് കേരളം ഒന്നാകെ ഒരു പ്രതിരോധം തീർത്തു, ഇതങ്ങനെ മുന്നോട്ട് പോകണ്ട എന്ന് കരുതി. യഥാർത്ഥത്തിൽ അതിന് ഏറ്റവും ഉചിതമായ ഒരു മറുപടി നേരത്തെ ഒരു അഭിമുഖത്തിൽ എന്നോട് സംസാരിച്ച കുഞ്ഞാലിക്കുട്ടി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ പ്രസക്തമാണ്. അതുകൊണ്ട് ആ ഭാഗം മാത്രം ഒന്ന് കേൾപ്പിക്കുന്നു. അല്ല, കേരളം കുറെ പിടിച്ചു നിൽക്കും, അത്രേ എനിക്ക് പറയാൻ പറ്റും. രാജ്യത്തെ ഇന്നത്തെ ബോധപൂർവമുള്ള ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ കേരളം കുറച്ച് പിടിച്ചു നിൽക്കും. കാരണം കേരളത്തിൻ്റെ മതേതര പാരമ്പര്യം അത്ര സ്ട്രോങ് ആയതുകൊണ്ട്. ബാക്കി ഇന്ത്യ രാജ്യത്ത് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം വർഗീയത പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, ശ്രദ്ധിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ സെൻസ് പറയാൻ വർഗീയത ഒന്നും പാടില്ല, മനുഷ്യരൊക്കെ ഒന്നായിട്ട് പോകണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സ്വാർത്ഥതയുടെ കാലത്ത്, ഈ കാലത്ത് വർഗീയ ചേരിതിരിവ് കൂടുതൽ ശക്തിപ്പെടുമോ എന്നുള്ള ഭയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ കേരളം കുറേ പിടിച്ചു നിൽക്കും. കാരണം കേരളം അങ്ങ് വർഗീയത പറഞ്ഞാൽ ഇവിടെ വഴങ്ങി കൊടുക്കും. ഇനി ഇതെല്ലാം ബെസ്റ്റ് പ്രാക്ടീസസ് ആണെങ്കിൽ ഈ സംഭവത്തിൽ നിന്ന് ലെസൺസ് ലേൺഡ്, നമ്മൾ മനസ്സിലാക്കിയ കുറേ പാഠങ്ങളുണ്ട്. അതിലൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ആ സ്ഥാപനം നടത്തുന്ന പ്രിൻസി മാഡത്തിൻ്റെ ഇൻകോമ്പിറ്റൻസ്, ഒരു കാര്യത്തെ മാനേജ് ചെയ്യാനുള്ള പക്വതയില്ലായ്മ, അല്ലെങ്കിൽ മനസ്സിലാകെ നിറഞ്ഞു പോയ മറ്റെന്തൊക്കെയോ പറയുന്ന ഒരു ചിന്ത, അത് നമ്മൾ പഠിച്ചൊരു പാഠമാണ്.
ഒരുപാട് ആളുകൾ പറഞ്ഞു സ്കൂളുകളിൽ അങ്ങനെയുള്ള സ്കൂളുകളുണ്ട്, ഇല്ലാത്ത സ്കൂളുകളുണ്ട്. ഇവർക്ക് മാത്രമല്ല, കോൺവെൻറ്റ് മാത്രമല്ല, SNDPയുടെ പല സ്കൂളുകളും ഉണ്ട്. അങ്ങനെ പല ജാതി സംഘടനകളുടെയും സ്കൂളുകളിലുണ്ട് ഈ തട്ടം യൂണിഫോമിലില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു ഇഷ്യൂ വന്നുമ്പോൾ ആ ഇഷ്യൂവിനെ കൈകാര്യം ചെയ്യാനുള്ള പക്വതയില്ല എന്ന് തെളിയിച്ചതായിരുന്നു അവരുടെ ഏറ്റവും ഒടുവിലത്തെ പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തോടു കൂടി അവരെ പിന്തുണയ്ക്കാൻ നിന്നവർ പോലും കൈവിട്ടു പോകുന്നൊരു കാഴ്ച കാണാനിടയായി. അതൊരു ലെസണാണ്. രണ്ടാമതായി ഇതിൽ നിന്ന് പഠിച്ചൊരു ലെസൺ, ഈ ഇംഗ്ലീഷ് മീഡിയം കോൺവെൻറ്റ് സ്കൂൾ എന്ന് പറയുമ്പം അവരുടെ ഇംഗ്ലീഷ് സമ്പൂർണ്ണമാണെന്നും അവർക്ക് എല്ലാ ഗ്രാമാറ്റിക്കൽ പെക്യുലിയാരിറ്റിയോടെയും വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഗതിയിലും വളരെ ഫ്ലുവൻ്റായി വളരെ എഫിഷ്യൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നവരാണെന്നുമൊക്കെയുള്ള ഒരു ധാരണ ആ ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ ആ യാന്ത്രികതയിൽ കേരളം മുഴുവൻ കണ്ടു. അത് വിശദീകരിക്കാനോ തിരുത്താനോ ആകാത്ത വിധം ഒരുപാട് മനുഷ്യർ അതിനെക്കുറിച്ച് കുറിപ്പെഴുതുകയും ചെയ്തു. അത് രണ്ടാമത്തേത്. മൂന്നാമത്തെ ഒരു സംഗതി, അത് കൈകാര്യം ചെയ്ത അഡ്വക്കേറ്റ് മാഡത്തിൻ്റെ പക്വതയില്ലായ്മ. ഒരു അഭിഭാഷക ഒരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആ കേസിൻ്റെ വസ്തുതാപരമായ സംഗതികളൊക്കെയായി ചാനലിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അതിന് മറ്റെന്തൊക്കെയോ മാനം നൽകി ഏറ്റവും ഒടുവിൽ കട്ട് ചെയ്യൂ, ഇത് ഈ ചോദ്യം എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്ന ക്ലിപ്പുകൾ പോലും പുറത്തു വരത്തക്ക രീതിയിലും മറ്റ് അഭിഭാഷകർ പരാതി ഉന്നയിക്കത്തക്ക രീതിയിലേക്കുമൊക്കെ ഒരു പക്വതയില്ലായ്മയുടെ, കാരണം ഈ ഇഷ്യൂവിനെ അങ്ങനെ മാനേജ് ചെയ്യപ്പെടാമായിരുന്നു. യഥാർത്ഥത്തിൽ അത് മാനേജ് ചെയ്യപ്പെടാതെ അങ്ങനെ പക്വതയില്ലാതെ അതിൽ പ്രവർത്തിച്ച് കാണിച്ച അഡ്വക്കേറ്റും അതിൻ്റെ പരിമിതി കാണിച്ചു. പിന്നെ കണ്ട ഒരു ലെസൺ എന്ന് പറയുന്നത് ഈ സംഭവത്തിലെ ആ PTA പ്രസിഡൻ്റാണ്. PTA എന്ന് പറയുമ്പോൾ പേരൻറ്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിയാണ്. ഒരു കടുത്ത വംശീയവാദിയും ഒരു കടുത്ത ആശാവാദിയുമായ ഒരാളിനെ ആ സ്കൂളിലെ ഒരു നല്ല റെപ്രസെൻറ്റേറ്റീവ് കൂട്ടം ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിലെ കുട്ടികളുടെ കൂടി പ്രതിനിധിയാണ് താനെന്ന ഭാവം അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിൽ കാണാനില്ല, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ കാണാനില്ല, ഈ വിഷയത്തിലും ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ളവരാണോ ഒരു PTA ഭാരവാഹി ആകേണ്ടത്? അവിടെയെങ്കിലും ഒരു സ്മാർട്ടായിട്ടുള്ളൊരു PTA ഭാരവാഹി, ഒരു വംശീയവാദി അല്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ ഈ ചർച്ചയൊന്നും ഉണ്ടാകാതെ അത് പരിഹരിക്കപ്പെടുമായിരുന്നു എന്നുള്ളതും ഒരു ലെസണാണ്. പിന്നെ കണ്ടത് ഈ ദൃശ്യമാധ്യമങ്ങളുടെ താല്പര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ വർഗീയത പകപ്പിക്കാനാവുന്നതെല്ലാം നോക്കി പകഞ്ഞിട്ടും തീരാതെ വീണ്ടും പകഞ്ഞ് കത്തിച്ചെങ്കിലും അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പാടുപെട്ട ജനം TVയേക്കാൾ കൂടുതൽ ന്യൂസ് 18 ആയിരുന്നു. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നോക്കി വീണ്ടും തുടർ ദിവസങ്ങളിൽ അത് വെച്ച് പാചകം ചെയ്യാൻ. ഞാൻ ഇടയ്ക്കൊരു വാചകം കേട്ടു, നമ്മുടെ ഫസൽ ഗഫൂറിനെ വിളിച്ച് അവിടുത്തെ തരം തിരിച്ചുള്ള കണക്കോ ഏതാണ്ട് ചോദിച്ചപ്പോൾ പുള്ളിയിലെ നാടൻ ഭാഷയിൽ പറഞ്ഞത്, നിങ്ങളുടെ ജോലി നോക്ക്, നിങ്ങളടുത്ത് പറയേണ്ട കാര്യം എന്തുവാ, നിങ്ങളാരാ അത് ചോദിക്കാൻ എന്ന് പറഞ്ഞ് പുള്ളി ഓടിക്കുന്നത് കേട്ടു. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ അതിനെ ആളിക്കത്തിക്കാൻ ശ്രമിച്ച് നിരാശരായവരും ഉണ്ടായിരുന്നു. ഇക്കൂട്ടത്തിൽ ഇതൊരാൾ ചോദിച്ച ചോദ്യമായിരുന്നു. ചോദ്യം ചോദിക്കും, ഉത്തരം പറയാമെന്ന് പറഞ്ഞത്. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് അബ്ദുൽ അസീസ്. ഹിജാബ് വിഷയം ആ സ്കൂളിൽ തട്ടമിടാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ കുട്ടികളെ ചേർക്കുന്ന മാതാപിതാക്കളല്ലേ കുറ്റക്കാർ? അത് അറിഞ്ഞുകൊണ്ട് ചേർത്തിട്ടും വെറുതെ പ്രശ്നമുണ്ടാകുകയല്ലേ? തട്ടം അനുവദിക്കുന്ന സ്കൂളുണ്ടല്ലോ, ആദ്യമേ അവിടെ ചേർത്താൽ പോരെ? ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം ചില സ്കൂളുകളുടെ അതിൻ്റെ ഡ്രസ് കോഡിൽ തട്ടം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തട്ടം അനുവദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ട്. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ചിലപ്പോൾ സ്കൂളിൻ്റെ മെറിറ്റൊക്കെ കണ്ട് കൊച്ചുകുട്ടിയല്ലേ ഇപ്പോഴേ തട്ടം എന്തിനാണ് നിർബന്ധിക്കുന്നതെന്നൊക്കെ ചോദിച്ച് LKGയിലോ UKGയിലോ ഒക്കെ ചേർക്കും. കാരണം വളരെ ചെറിയ പ്രായത്തിലെ തട്ടമൊന്നും ആരും ശ്രദ്ധിക്കാറില്ലല്ലോ. അത് കഴിഞ്ഞ് ഈ കുട്ടി ചിലപ്പോൾ മെച്യൂറാവും. മുസ്ലിം പെൺകുട്ടികളിലൊക്കെ അവർ മെച്യൂരിറ്റി അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇനി സൂക്ഷിക്കണം, ഇനി പ്രായപൂർത്തിയായ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ ചിന്ത മനസ്സിലേക്ക് വരിക. അപ്പോഴായിരിക്കും ആ ചിന്തയിൽ ഈ പറയുന്ന രക്ഷകർത്താവ് അല്ലെങ്കിൽ വീട്ടിലുള്ളവർ പറയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വളർന്ന കുട്ടി തലയിൽ തുണിയിടാതെ ഒക്കെ പോകുന്നത് കണ്ട് ചില ബന്ധുക്കൾ ചോദിക്കും, അങ്ങനെ തുണിയിടാതെ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ഘടകങ്ങളായിരിക്കും അതിലുണ്ടാവുക. പിന്നെ പ്രായപൂർത്തിയാകുന്നതോടുകൂടിയാണല്ലോ ഈ മതവിശ്വാസപ്രകാരം തെറ്റിന് ശിക്ഷയുണ്ട് എന്നൊക്കെ പറയുന്നത്. അതുവരെ പ്രേരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഘടകങ്ങളാണ് പ്രധാനം എന്ന് പറയില്ല. ആ ഒരു ഘട്ടം വരുമ്പോൾ എല്ലാ പെൺകുട്ടികളെയും എനിക്ക് തോന്നുന്നു, ആൺകുട്ടികളുടെ പ്രായപൂർത്തിയാകലിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല, പെൺകുട്ടികളുടെ പ്രായപൂർത്തിയാകലിന് എന്തോ ഒരു വലിയ സംഭവം പോലെ ഇപ്പോഴും ആളുകൾ കൊണ്ട് നടക്കുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ ആ ഘട്ടം വരുമ്പോഴായിരിക്കും അത് ഗൗരവമായി വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇനി അഥവാ
അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഇങ്ങനെയൊന്നും ആക്കാതെ ഇതിനൊരുപാട് എന്താ പറയുന്നത് പിന്നെ മാർഗത്തിൽ ഇതിനെ പരിഹരിക്കാവുന്നതാണ്. രക്ഷകർത്താവിന് മാറ്റാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ അധ്യാപകർക്ക് മാറ്റാം. ആ രക്ഷകർത്താവ് പറഞ്ഞത് അവരുടെ പിന്നെ ബൈലായിൽ യൂണിഫോമിൽ തട്ടം പാടില്ല എന്നൊന്നും എഴുതിയിട്ടില്ലെന്നാണ്. കാരണം ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ലല്ലോ പണ്ട് കാലത്ത്. തട്ടം ഇടാതെ ചിലപ്പോൾ പോയിരുന്ന് പഠിച്ചിട്ട് പുറത്തിറങ്ങി ഇടുന്നവർ, ചിലപ്പോൾ ഇടുന്നവർ, ഇടാത്തവർ, ഇങ്ങനെ നിർബന്ധപൂർവ്വം ഈ പറയുന്ന പോലെ ഇടിയിപ്പിക്കത്തില്ല എന്ന് വാശിയൊന്നും പിടിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ ഈ തട്ടം അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എന്താ ആത്യന്തികമായിട്ടുള്ള കാര്യം? ആ കുട്ടിയെ അല്ലെങ്കിൽ അതുപോലെയുള്ള കുട്ടികളെ നന്നായി പഠിപ്പിക്കുക, അവരെ ചേർത്ത് നിർത്തുക, അവരെ നന്നായി അവരൊരു ഭാവി ഭാസുരമാക്കുക എന്നുള്ളതല്ലാതെ ഇത് നടത്തുന്ന സിസ്റ്റർക്ക് ഏതെങ്കിലും മതത്തിനെതിരെ വാളെടുത്ത് അത് അഴിച്ചു വെക്കുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും സുഖം കിട്ടുമോ? ഇപ്പോൾ ആരെങ്കിലും തട്ടം ഇടുന്നതിൻ്റെ കൂടെ തലയിലൊരു തുണിയിട്ടെന്ന് വിചാരിച്ചൊരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഒരുപാട് കോൺവെൻറ്റ് സ്കൂളിൽ സമാന വിശ്വാസമുള്ളവരുടെ സ്കൂളുകളിലൊക്കെ ഇത് പെർമിറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ പല കോൺവെൻറ്റ് സ്കൂളിലും കുട്ടികളെ പലയിടത്തേക്കും TC കൊടുത്ത് വിടാറുണ്ട് സ്നേഹപൂർവ്വം, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ. എനിക്കറിയാം, ഞാൻ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് സ്കൂളിൽ നിന്ന് ഉറപ്പായും 10ാം ക്ലാസ് ജയിക്കുമെന്ന് അവർക്ക് ഉറപ്പില്ലാത്ത, സംശയമുള്ള, അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടത്തില്ല, ക്ലാസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നവരുടെ രക്ഷകർത്താക്കളെ വിളിച്ച് 8ാം ക്ലാസ് ആകുമ്പോൾ പറയും തോറ്റുപോയി, മാർക്കില്ല, വേണമെങ്കിൽ ജയിച്ചെന്ന് TC തന്നേക്കാം, നിങ്ങൾ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് തന്ത്രപരമായി കൊണ്ടുവിടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ സംഗതിയല്ല. രക്ഷകർത്താവിന് അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ലെന്ന് വെച്ചാൽ രക്ഷകർത്താവിന് ഉത്തരവാദിത്വം ഉണ്ട്, അത് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അതിങ്ങനെ വഷളാക്കേണ്ട ഒന്നായിരുന്നില്ല. ഇത്രയും വാശി പിടിച്ച് ഇതിനകത്ത് ഇത്രയും ഒരു നേരം യാന്ത്രികതയോടെ നാടകം പോലെയൊക്കെ പെരുമാറിയ പ്രിൻസിയെ കണ്ടപ്പോൾ ആ രക്ഷകർത്താവിൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലും ചെറിയ കുഴപ്പമുണ്ടെങ്കിൽ അത് മുഴുവൻ ആ പ്രിൻസിയുടെ പ്രകടനത്തോടു കൂടി ഇല്ലാതായി എന്നതാണ് ഒരു സത്യം.